ചുറ്റും കുറേ മനുഷ്യരുണ്ട്, എങ്കിലും കുറേ മനുഷ്യർ ഇന്നും ഒറ്റയ്ക്കാണ്. ശരിയല്ലേ? അങ്ങനെ ഒറ്റയ്ക്കായിപ്പോയ മനുഷ്യർക്ക് കൂടെ ഒരാളെയല്ല ആവശ്യം, കൂട്ടിരിക്കാൻ ഒരാളെയാണ്. സ്വർഗത്തിലേക്ക് ക്രിസ്തു ആരോഹണം ചെയ്തപ്പോൾ ഭൂമിയിലെ ശിഷ്യന്മാർ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കായിപ്പോയവർക്ക് കൂടെ നിൽക്കാൻ, കൂട്ടിരിക്കാൻ സ്വർഗത്ത് നിന്ന് പരിശുദ്ധാത്മാവ് പറന്നിറങ്ങി. അവരുടെ യാത്രയിൽ വഴിവിളക്കാകുവാൻ, ഇരുട്ടിൻ്റെ പാതയിൽ തെളിച്ചമാകുവാൻ പരിശുദ്ധാത്മാവ് പിന്നെ സഭയിൽ നിഴലിച്ചു. അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടാകുക എന്നുള്ളത് എത്ര അനുഗ്രഹമാണല്ലേ! ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോഴും കൂടെ ഉണ്ടാകുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. സഭയിൽ പരിശുദ്ധാത്മാവുള്ളപ്പോൾ ഇനി ആരൊറ്റയ്ക്കാകാനാണ്? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ആ കരവും പിടിച്ച് സഭയോടൊപ്പം നമുക്ക് നടക്കാം. ആരും ഒറ്റയ്ക്കാകില്ല.